നമസ്കാരം. പ്രായത്തിൽ സെഞ്ചുറി അടിച്ച രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുന്നു, അവർ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു. ഒരുപക്ഷെ പെട്ടെന്ന് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഫിലാഡൽഫിയയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. വരന് 102 വയസ്സും വധുവിന് 100 വയസ്സുമാണ് പ്രായം. ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ നവദമ്പതികൾ ഇവരാണ്. 102 വയസ്സുകാരനായ മർജോറി ഫിറ്റർമാനും 100 വയസ്സുകാരിയായ ബെർണി ലിറ്റ്മാനും കണ്ടുമുട്ടുന്നത് ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ചാണ്. നഴ്സിംഗ് ഹോം എന്നുള്ളത് പ്രായമായ ആൾക്ക് താമസിക്കാനുള്ള സ്ഥലം എന്ന് വേണം കരുതാൻ. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രായമായ ആളുകൾക്കായി ഒരുക്കുന്ന വൃദ്ധസ്ഥാനങ്ങളെ നഴ്സിംഗ് ഹോമുകളെന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഫിറ്റർമാനും ലിറ്റ്മാനും ഈ പ്രായത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രണ്ടുപേരും പെൻസിൽവാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ഇവർ പ്രണയിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല രണ്ടുപേരും 2 വ്യത്യസ്ത മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഫിറ്റർമാൻ ആകട്ടെ ഒരു എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്നു, ലിറ്റ്മാൻ ആകട്ടെ അധ്യാപികയും. ഇരുവരും വിവാഹിതരായി കുടുംബജീവിതം നയിക്കുകയായിരുന്നു. രണ്ടുപേരും 60 വർഷത്തോളം കുടുംബജീവിതം നയിച്ചതിന് ശേഷമാണ് ഇവരുടെ ജീവിത പങ്കാളികൾ ഇവരെ വിട്ടുപിരിയുന്നത്. ഏതായാലും ഈ നഴ്സിംഗ് ഹോമിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവർ വീണ്ടും പഴയ സൗഹൃദം പുനഃസ്ഥാപിച്ചു. ഈ ഒരു സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു. ഫിറ്റർമാൻ്റെ പേരക്കുട്ടിയുടെ മകളുടെ ജനന ദിവസമാണ് ആദ്യമായി ഇവർ ഡേറ്റിംഗ് ആരംഭിച്ചത്. പിന്നീട് അങ്ങോട്ട് പരസ്പരം ഭക്ഷണം പങ്കുവച്ചും സൗഹൃദം കൈമാറിയും നഴ്സിംഗ് ഹോമിൽ നടക്കുന്ന ചെറിയ നാടകങ്ങളിലൊക്കെ തന്നെ സ്കിറ്റുകളിലൊക്കെ തന്നെ അഭിനയിച്ചു കൊണ്ടുമാണ് ഇവരുടെ പ്രണയം മുന്നേറിയത്. പിന്നീടാണ് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല കോവിഡ് കാലത്ത് ഇരുവരും പരസ്പരം തണലായി മാറുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ഈ പ്രായത്തിൽ പെട്ടെന്ന് തന്നെ കോവിഡ് പിടികൂടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും ഇക്കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്നും ഒരാൾ മറ്റൊരാളിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അങ്ങേയറ്റം വളരെ താല്പര്യത്തോടു കൂടി അതല്ലെങ്കിൽ ഒരു ശ്രദ്ധയോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്തത് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നഴ്സിംഗ് ഹോമിലെ അന്തേവാസികളുടെ എല്ലാം സാന്നിധ്യത്തിൽ അവർ വിവാഹിതരാകുകയായിരുന്നു. ലിറ്റ്മാൻ്റെ പേരക്കുട്ടിയായ സാറ സ്വിറ്റ്സർമാൻ പറയുന്നത് ഇരുവരും നല്ല നർമ്മബോധമുള്ള ആളുകളാണ് എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് സർവകലാശാലയിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഇവർ പരിചയപ്പെടാനുള്ള സാധ്യത പോലും ഇല്ല എന്നാണ് ഇപ്പോൾ ഗിന്നസ് അധികൃതർ പറയുന്നത്. ഒരു വലിയ സർവകലാശാലയിലെ എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ചടങ്ങിൽ വെച്ച് അന്ന് ഇവർ കണ്ടുമുട്ടിയിരിക്കാമെന്നും അന്ന് ഒരു പരസ്പര ആകർഷണം തോന്നിയിരിക്കാം എന്നും കരുതുന്നവരുണ്ട്. എന്താണെങ്കിലും നമ്മുടെ രാജ്യത്തും പലരും ഒരുപാട് പ്രായം ചെന്നതിന് ശേഷം വിവാഹം കഴിച്ചവരുണ്ട്. നമ്മുടെ നാട്ടിലെ ചില പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ഒരു കാലത്ത് വളരെ പ്രായം ചെന്നതിന് ശേഷം വിവാഹം കഴിച്ച ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഈ 100 വയസ്സിന് ശേഷം പഴയ സഹപാഠിയെ കണ്ടുമുട്ടുന്നതും അവർ പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതുമൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് അല്പം അവിശ്വസനീയമായ കാര്യമാണ്. എങ്കിൽ പോലും രണ്ടുപേരും അതീവ സന്തുഷ്ടരായി തന്നെയാണ് ഇപ്പോൾ ദമ്പതികളായി കഴിയുന്നത്. രണ്ടുപേരെയും കണ്ടാൽ ഇത്രയും പ്രായമായി എന്ന് തോന്നുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. അവരുടെ രൂപത്തിലും പെരുമാറ്റത്തിലും എല്ലാം തന്നെ ഇരുവരും ഇപ്പോഴും യുവത്വം നിലനിർത്തുന്നവരാണ് എന്നുള്ളത് മറ്റൊരു പ്രധാന വസ്തുതയാണ്. ഏതായാലും ജീവിത സായാഹ്നത്തിൽ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് ഇത്തരത്തിലുള്ള നഴ്സിംഗ് ഹോമുകളിൽ എത്തുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവിടെ അവർക്ക് ലഭിക്കുന്ന ആ ഒരു പെരുമാറ്റം മാത്രമല്ല, സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ സഹവാസികളുടെയൊക്കെ തന്നെ സ്നേഹവും എത്രത്തോളം മുതൽക്കൂട്ടാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഫിറ്റർമാൻ്റെയും ലിറ്റ്മാൻ്റെയും 100 വയസ്സിന് ശേഷമുള്ള പ്രണയവും വിവാഹവും.